മിഡിൽ ഈസ്റ്റ് വീണ്ടും തീ പിടിച്ചിരിക്കുകയാണ്. ഒരു പേര്, ഒരു നേതാവ്, ഒരു ആക്രമണം, അതിനു പിന്നാലെ ലോക രാഷ്ട്രീയ ഭൂപടം തന്നെ മാറാൻ സാധ്യതയുള്ള ഒരു വഴിത്തിരിവ് രൂപപ്പെടുകയാണ്. ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നിരുന്ന ശക്തനായ നേതാവ് അലി ലാർജാനി ഇനി ചരിത്രം മാറ്റി. ടെഹ്റാനിൽ നടന്ന കൃത്യമായ വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ ഇതൊരു സാധാരണ കൊലപാതകമല്ല, ഒരു രാജ്യത്തിന്റെ ശക്തി കേന്ദ്രത്തെ തന്നെ ലക്ഷ്യമിട്ട ഡെക്കാപിറ്റേഷൻ സ്ട്രൈക്ക് എന്ന രീതിയിലാണ് ലോകം ഈ സംഭവത്തെ കാണുന്നത്. ഇതൊരു വ്യക്തിയുടെ മരണം മാത്രമല്ല, ഇതൊരു രാജ്യത്തിന്റെ ശക്തി, പ്രതാപം, പ്രതികാര വീര്യം എല്ലാം ഒരുമിച്ച് തകർത്തെറിഞ്ഞ നിമിഷം കൂടിയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഏറ്റവും ശക്തനായ നേതൃനിരയിലെ ഒരാളായിരുന്ന ലാരിജാനിയുടെ വധം ഇതിനകം തന്നെ ഉച്ചസ്ഥായിലെത്തിയ സംഘർഷത്തെ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് തള്ളിയിരിക്കുകയാണ്. ഇത് 2026 ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും വലിയ നേതൃനഷ്ടങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. ഇതിനു പിന്നാലെ ഇറാൻ നേരത്തെ തന്നെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രതികാരം ഉറപ്പാണ് എന്ന സന്ദേശം ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പുതിയ സുപ്രീം ലീഡർഷിപ്പ് നിലപാട് വ്യക്തമാക്കുന്നത് ഇനി പിന്മാറലില്ല, സംഘർഷം കൂടുതൽ കടുപ്പിക്കുമെന്നതാണ്. യുഎസും ഇസ്രായേലും നടത്തിയ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനിയുടെ മരണത്തിൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി തന്നെ നേരിട്ട് രംഗത്തെത്തി കഴിഞ്ഞു. ലാർജാനിയുടെ മരണത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുസ്തഫയുടെ മുന്നറിയിപ്പ്. അദ്ദേഹത്തിന്റെ രക്തത്തിന് അപരാധികൾ ഉടൻ തന്നെ വില നൽകേണ്ടി വരുമെന്ന് മുസ്തഫ മുന്നറിയിപ്പ് നൽകി. നേതൃനിരയിൽ വലിയ നഷ്ടം സംഭവിച്ചെങ്കിലും തങ്ങളുടെ യുദ്ധ നടപടികൾ തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ലാർജാനിയുടെ വധത്തോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഉന്നത ഇറാൻ വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമാക്കുന്നതിന്റെ സൂചനയാണ്. ഉന്നത സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തുന്നതിൽ നിന്ന് ആരംഭിച്ച് ഉയർന്ന റാങ്കിലുള്ള രാഷ്ട്രീയ സുരക്ഷാ ഉദ്യോഗസ്ഥരിലേക്ക് വ്യാപിച്ച രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടുള്ള സ്ഥിരമായ ആക്രമണങ്ങൾക്കാണ് ഇറാൻ സാക്ഷ്യം വഹിച്ചു വരുന്നത്. ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തിലും രാഷ്ട്രീയ സ്ഥാപനത്തിലും കേന്ദ്രീകൃതമായ പങ്ക് നിർവഹിക്കുന്ന വ്യക്തിയായതിനാൽ തന്നെ ലാർജാനിയുടെ കൊലപാതകം ഇതുവരെയുള്ളതിൽ ഏറ്റവും പരിണിത ഫലങ്ങളുള്ള ഒന്നായി മാറുകയാണ്. ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലാർജാനി അഭിപ്രായ ഭിന്നതകളുള്ള അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. മതപരമായ അംഗീകാരവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറുമായുള്ള അടുത്ത ബന്ധവും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലെ അനുഭവ പരിചയവും ലാർജാനിയെ മത നേതൃത്വത്തിനും സുരക്ഷാ സംവിധാനത്തിനും ഇടയിൽ ഒരു പ്രധാന കണ്ണിയാക്കി മാറ്റിയിരുന്നു. യുദ്ധത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ലാർജാനിയുടെ മരണം ഇറാന്റെ തീരുമാനങ്ങളെ സങ്കീർണമാക്കിയേക്കാം എന്നാണ് സൂചന. അതേസമയം രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി പറയുന്നത്. ഒരൊറ്റ വ്യക്തിയുടെ സാന്നിധ്യമോ അഭാവമോ ഇറാനിയൻ രാഷ്ട്രീയ സാമ്പത്തിക ഘടനയെ ബാധിക്കില്ല എന്നും ഒരു മാധ്യമ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതിന് അരാഗ്ചി യുഎസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. മാനുഷിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് യുഎസിനാണ് ഉത്തരവാദിത്തമെന്ന് അരാഗ്ചി കൂട്ടിച്ചേർത്തു. ഇതിനിടെ പ്രതികാരത്തിന്റെ ആദ്യ അടയാളങ്ങൾ ഇതിനകം തന്നെ പ്രകടമായി കഴിഞ്ഞു. ടെല്ലവീവിനെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു വ്യക്തിയുടെ വധം എങ്ങനെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ്. ഇതൊരു പുതിയ കഥയല്ല, ഇതൊരു തുടക്കമാണ്, ഒരു വലിയ ഏറ്റുമുട്ടലിന്റെ തുടക്കം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷം ഈ ഒരു പ്രാദേശിക പ്രശ്നമായി മാത്രം നിലനിൽക്കില്ല, അല്ലെങ്കിൽ ലോകശക്തികളെ മുഴുവൻ കുരുതി കൊടുക്കുന്ന ഒരു പുതിയ യുദ്ധകാലത്തിലേക്ക് തന്നെ അതിനെ നീക്കും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ചോദ്യം ഇതാണ്: ഈ ആക്രമണത്തിന്റെ പ്രത്യാഘാതം എവിടെ എത്തി നിൽക്കും?